നല്ല മൂവിയായിരുന്നു കേട്ടോ, നല്ല മൂവിയായിരുന്നു. നല്ല എൻജോയ് ചെയ്തു. ഇമോഷനാണ്. പിന്നെ കുറെ സമയം നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിങ്ങനെ എന്താന്നുള്ളൊരു ആകാംക്ഷയിൽ കാണും. പിന്നെ അതുപോലെ കോമഡി ഉണ്ട് ഇഷ്ടം പോലെ. ബാബുരാജൊക്കെ നല്ല അടിപൊളിയായിട്ട് കോമഡി. നോബിൾ തോമസ് നല്ല സൂപ്പറായി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ്, അടിപൊളി. ദർശന വിനീത് ശ്രീനിവാസിന്റെ അല്ലേ, മോശമാവില്ലല്ലോ, നന്നായിട്ടുണ്ട്. ഓക്കെ. ഒരു തിര സിനിമയുടെ ഒരു ഫോറും പതിപ്പ് കേട്ടോ. നമുക്കൊരു ഡയറക്ഷൻ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. പുള്ളി ഏതും കളം മാറ്റിപ്പിടിച്ച് നന്നായി, ചെന്നൈ പാസമൊക്കെ മാറ്റി നന്നായി. അത് നല്ലൊരു വർക്ക്, ഉഗ്രൻ നല്ലൊരു ത്രില്ലർ വർക്ക്. തിര ആയിട്ട് സാമ്യമൊക്കെ നല്ലൊരു ത്രില്ലർ വർക്ക് കാണാം. ഉഗ്രം വർക്ക്. ജോമോൻ ടി ജോൺ ഉഗ്രം വർക്ക് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിച്ച ഒരു പയ്യനുണ്ട്, അവൻ നല്ല ഉഗ്രനായിട്ടുണ്ട്. ആദ്യത്തെ ഒരു ഇന്റർവ്യൂ അവൻ തകർത്തിട്ടുണ്ട്. നല്ല പടം, നല്ലൊരു എന്റർടൈൻമെന്റ് ത്രില്ലർ മൂവി. കുഴപ്പമില്ല കേട്ടോ. അതിലെ നല്ലൊരു ത്രില്ലർ സിനിമ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ. പുള്ളിയുടെ തന്നെ ഒരു വെറൈറ്റി കണ്ടന്റ് എന്ന് പറയാം. ഇങ്ങനത്തെ ഒരു കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. നല്ല രീതിയിൽ കണ്ടിരിക്കാം. ഇല്ല കുഴപ്പമില്ലാണ്ട് എൻഗേജ് ആയിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അവിടെ കണ്ടതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു വെറൈറ്റി സ്റ്റോറിയാണ്. ടോട്ടലി ഫുൾ വിദേശത്ത് ഷൂട്ട് ചെയ്ത നല്ലൊരു അടിപൊളി പടമാണ്. കൊള്ളാം. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. കാരണം ത്രില്ലർ ആൻഡ് എന്താ പറയാ, എല്ലാം കൊണ്ടും നല്ല അടിപൊളി സൂപ്പർ മൂവിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് കണ്ടിരിക്കാൻ ലൈക്ക് എന്റർടൈനിങ് ആണ്. 100% ലൈക്ക് ഒരു മിനിറ്റ് പോലും നമുക്ക് കണ്ണ് സ്ക്രീനിൽ മാറ്റിയിരിക്കാൻ പറ്റില്ല. അത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സംഭവം. ആ ഒരു സ്റ്റോറി ലൈനും അങ്ങനെ തന്നെയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരേക്കും പറയാ വെച്ചാല് ലൈക്ക് ബിയോണ്ട് വേർഡ്സ് ആണ്. ലൈക്ക് അൾട്ടിമേറ്റ് ആണ് മൂവി. അടിപൊളി മൂവിയാണ്. ലൈക്ക് മസ്റ്റ് വാച്ച്. ആക്ഷൻ സീൻ ലൈക്ക് എന്താ പറയാ, ഗൂസ് ബംസ് ആണ്. ഉണ്ടോ രോമാഞ്ചൊക്കെ വരുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. ലൈക്ക് അടിപൊളിയാണ്. ലൈക്ക് പറയാൻ ഐ തിങ്ക് വേർഡ്സ് ഇല്ല. അങ്ങനെ അവര് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ലൈക്ക് കാസ്റ്റ് ആണെങ്കിൽ ശരി, അതിന്റെ കംപ്ലീറ്റ് ക്രൂ ആണെങ്കിൽ ശരി, അടിപൊളി സംഭവമാണ്. താങ്ക് യു. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ പോയിക്കൊണ്ട് ഒരു ത്രില്ലർ മൂവി കാണാൻ പറ്റുന്ന രീതിയിൽ കാണാൻ പറ്റിയ ഒരു മൂവിയല്ല. തീരെ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഒരു സിനിമയുടെ തന്നെ ഒരു വേറെ വേർഷൻ ഒരു ജോർജിയ എന്നൊരു രാജ്യത്ത് നടക്കുന്ന സംഭവം. പിന്നെ ആശാൻ മെയിൻ വില്ലനായിട്ട് വന്ന ആളാണ്. അപ്പൊ പുള്ളിയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പുള്ളിയുടെ ഒരുപാട് ഇതിലൊന്നും ഇല്ല. എന്നാൽ പോലും ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ കാണാൻ പറ്റും. വൺ ടൈം വാച്ചബിൾ മൂവി. ആരും ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് കാണാൻ, മറ്റുള്ള വിനീത് ശ്രീനിവാസന്റെ സിനിമയൊക്കെ കാണുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. പിന്നെ ഒരു കാര്യം പറയാം, OTT ഒരു സിനിമ വന്നു കഴിയുമ്പോൾ ഒരിക്കലും ഈ ഒരു അഭിപ്രായം കിട്ടാൻ സാധ്യതയില്ല. കാരണം ഇത് തിയേറ്ററിൽ കാണണമെങ്കിൽ ആ ഒരു സെറ്റപ്പിൽ ഇരുന്ന് കാണാൻ പറ്റിയ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. അത് മാത്രമേ പറയാനുള്ളൂ മെയിനായിട്ട്. പിന്നെ ജോമോൻ ടി ജോന്റെ അത്യാവശ്യം നല്ല ക്യാമറ സംഭവമൊക്കെ ഉണ്ട്. അത് സ്ക്രീനിലൊക്കെ കാണാനായിട്ട് അത്യാവശ്യം നല്ല രസമൊക്കെ തന്നെ ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട്. മ്യൂസിക് എല്ലാം, ഡയറക്ഷൻ എല്ലാം വളരെ സൂപ്പർ. ഡയറക്ഷൻ സൂപ്പർ എല്ലാം ത്രില്ലർ, മറ്റൊരു ത്രില്ലർ, സൂപ്പർ ഹിറ്റ്. ആക്ഷൻ എല്ലാം സൂപ്പർ ആക്ഷൻ, എല്ലാം കൊണ്ടത്. ശ്രീനിവാസൻ ഇതിനകത്ത് പറയുന്നത് മറ്റേ ഫ്രം ദ ഡയറക്ടർ ഓഫ് തിര എന്നാണല്ലോ. തിര മുമ്പ് വിനീത് ശ്രീനിവാസൻ ഒരു ത്രില്ലറിൽ അറ്റംപ്റ്റ് ചെയ്തായിരുന്നു. അതിന്റെ ഒരു വേർഷനാണ് ഇത് കണ്ടത്. ഒന്നാമത് ഇത് ജോർജിയ എന്ന് പറഞ്ഞൊരു പുറത്തൊരു രാജ്യത്തിൽ ഷൂട്ട് ചെയ്തതാണ്. കംപ്ലീറ്റ്ലി നമുക്ക് തീരെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ലൊക്കേഷനിലേക്ക് വന്നിട്ട് അവിടെ ഗംഭീരമായിട്ട് ആ കഥ പിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. തുടക്കത്തിൽ ഒരു 10 മിനിറ്റ് കഥ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്കൊരു സാധാരണ വിനീത് ശ്രീനിവാസന്റെ ഒരു ഇതല്ലാത്ത കൊണ്ടുള്ള ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യും. പക്ഷെ പിന്നെ കഥയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ് ത്രില്ലറാണ്. പിന്നെ അതിനകത്ത് സെക്കൻഡ് ഹാഫിൽ ഇപ്പോൾ ബാബുരാജ് ആണെങ്കിലും അതുപോലെ ഷാജോൺ ആണെങ്കിലും ഗംഭീര റോളാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഡാർക്ക് ഹ്യൂമർ ഉണ്ട്. അതായത് ഈ ആക്ഷൻ, ഈ ത്രില്ലർ ടെൻഷൻ മൊമെന്റ് ഇടയിൽ നന്നായിട്ട് ഹ്യൂമറും അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നോബിളിന്റെ ആക്ഷൻ സീനുകളൊക്കെ ഗംഭീരമാണ്. ആ ഒരു ത്രില്ലർ, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ത്രില്ലർ എന്ന രീതിയിൽ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്ത സിനിമയാണ് കരം. നന്നായിട്ട്